തെക്കേ ആഫ്രിക്കയിൽ അറ്റ്ലാന്റിക് സമുദ്രതീരത്തുള്ള ഒരു രാജ്യമാണ് നമീബിയ. 100 വർഷത്തിനിടയിലെ ഏറ്റവും മോശമായ വരൾച്ച നമീബിയയെ പിടിമുറുക്കുന്ന ഈ സാഹചര്യത്തിൽ ആന, സീബ്ര, ഹിപ്പോപ്പൊട്ടാമസ് ഉൾപ്പെടെ 700-ലധികം വന്യമൃഗങ്ങളെ കൊന്നൊടുക്കാൻ നമീബിയ പദ്ധതിയിടുകയാണ്. ഇതിലൂടെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിൽ പൊരുതുന്ന ആളുകൾക്ക് മാംസം വിതരണം ചെയ്യാനാണ് ഉദ്ദേശം. 83 ആനകൾ, 30 ഹിപ്പോപ്പൊട്ടാമസുകൾ, 60 എരുമകൾ, 50 ഇംപാലകൾ, 100 നീല കാട്ടുപോത്തുകൾ, 300 സീബ്രകൾ, 100 എലാന്റ് എന്നിവയുൾപ്പെടെയാണ് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് രാജ്യത്തിന്റെ പരിസ്ഥിതി, വനം, ടൂറിസം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. രാജ്യത്ത് വരൾച്ചയുടെ ആഘാതം ലഘൂകരിക്കാൻ സഹായിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ലഭ്യമായ മേച്ചിലിടങ്ങളും വെള്ളവും കവിയുന്ന പ്രദേശങ്ങളിലെ വന്യജീവികളെ കുറയ്ക്കുന്നതിലൂടെ ജലസ്രോതസ്സുകളുടെ സമ്മർദ്ദവും ഇല്ലാതാക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് മന്ത്രാലയം പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം നമീബിയയുടെ 84% ഭക്ഷ്യശേഖരം തീർന്നു. ഒപ്പം വരും മാസങ്ങളിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഉയർന്ന നിലയിലെത്തുമെന്നാണ് കരുതുന്നത്. ഏകദേശം 1.4 ദശലക്ഷം ആളുകൾ, അതായത് ജനസംഖ്യയുടെ പകുതിയോളം ഉയർന്ന അളവിലുള്ള കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരൾച്ചയുടെ ആഘാതം രൂക്ഷമായതോടെ നമീബിയയിൽ മെയ് മാസത്തിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു. ദേശീയ പാർക്കുകളിലും സാമുദായിക മേഖലകളിലും ഉൾക്കൊള്ളാവുന്നതിലും അധികം വരുന്ന വന്യമൃഗങ്ങൾ എത്തുന്നത് ഭീഷണിയാണ്. ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങളുടെ സാധ്യത കുറയ്ക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. അതായത് വരൾച്ചാ കാലത്ത് മൃഗങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനും മറ്റുമായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും ആളുകളുമായി സമ്പർക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ സംഘർഷങ്ങൾ തടയാനുള്ള ഉദ്ദേശം കൂടിയാണ് ഈ നീക്കത്തിൻ്റെത്. സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ജീവികളെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് കള്ളിംഗ് എന്ന് പറയുന്നത്. മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനോ പരിമിതപ്പെടുത്തുന്നതിനോ വേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഗ്രൂപ്പിലെ ദുർബലരായവ ഇവയെ കൊല്ലുന്നു. ഇതാണ് പ്രോസസ്. ഇതിനോടകം തന്നെ 157 മൃഗങ്ങളെ പ്രൊഫഷണൽ വേട്ടക്കാരും സർക്കാർ കരാറിൽ ഏർപ്പെട്ട കമ്പനികളും വേട്ടയാടി കഴിഞ്ഞു. 56,800 കിലോഗ്രാമിൽ കൂടുതൽ മാംസവും ലഭ്യമായി. സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, അംഗോള, നമീബിയ എന്നീ 5 തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സംരക്ഷണ മേഖലയിൽ 2 ലക്ഷത്തിലധികം ആനകൾ വസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ഈ പ്രദേശം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആനകളുടെ ആവാസ കേന്ദ്രമാണ്. ഇനി എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ വരൾച്ച ഉണ്ടാകുന്നത്? 2023-24 എൽ നീനോ പ്രതിഭാസം ദക്ഷിണാഫ്രിക്കയെ വിനാശകരമായ വരൾച്ചയിലേക്ക് നയിച്ചു. കാലതാമസമുള്ള മഴയും നീണ്ട മധ്യകാല വരണ്ട കാലഘട്ടങ്ങളും അസാധാരണമായ ഉയർന്ന താപനിലയും അടയാളപ്പെടുത്തി. എൽ നീനോ സാധാരണയായി ദക്ഷിണാഫ്രിക്കയിൽ ചൂടും വരൾച്ചയും വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഈ സീസണിൽ നിരവധി പ്രദേശങ്ങളിൽ ഭയാനകമായ വരണ്ട അവസ്ഥയാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ വർഷം മലാവിയിലെ 28-ൽ 23 ജില്ലകളെയും എൽ നീനോ പ്രതിഭാസം പല വിധത്തിൽ ബാധിച്ചു. ഗവൺമെന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിൽ 2 ദശലക്ഷം കർഷക കുടുംബങ്ങളെയും ദേശീയ വിളയുടെ 44% ബാധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സിംബാബ്വെയിൽ 2.2 ദശലക്ഷം ഹെക്ടറിൽ ചോളം നട്ടുപിടിപ്പിച്ചതിൽ 1 ദശലക്ഷം ഹെക്ടറും നശിച്ചു. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന്റെ കണക്കനുസരിച്ച് 100 വർഷത്തിനിടെ ഈ പ്രദേശം കണ്ട ഏറ്റവും വലിയ വരൾച്ചയാണിത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷം ആഫ്രിക്കയിൽ 100 കണക്കിന് ആനകൾ ചരിഞ്ഞതിന്റെ കണക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ആനകളുടെ ആവാസ കേന്ദ്രമായ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങൾ കടുത്ത വരൾച്ചയെ തുടർന്ന് ഭക്ഷണവും ജലസ്രോതസ്സുകളും കുറയുന്നതിനാൽ വരും മാസങ്ങളിൽ മൃഗങ്ങളുടെ മരണനിരക്ക് വർദ്ധിക്കുമെന്ന് ഭയപ്പെടുന്നു. കഴിഞ്ഞ വർഷം മാത്രം വരൾച്ചയിൽ 300 ആനകളെ ബോട്സ്വാനയ്ക്ക് നഷ്ടപ്പെട്ടു. സാംബിയ പോലെ മറ്റിടങ്ങളിലും ദേശീയ പാർക്കുകളിൽ ആനകളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദേശീയ പാർക്കുകളിലെ ജലവിതരണം വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തിന്റെ ദുരന്ത ഫണ്ടിൽ നിന്ന് $3 മില്യൺ ലഭിച്ചതായി സിംബാബ്വെ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റി സിംപാക്സ് പറയുന്നു. എന്നാൽ വന്യജീവികളെ രക്ഷിക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന് അതിന്റെ ഡയറക്ടർ ജനറൽ ഫുൾട്ടൺ മംഗ്വാനിയ ചൂണ്ടിക്കാട്ടി. അവിശ്വസനീയമാണെന്ന് തോന്നാം, പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഒരുങ്ങുകയാണ് നമീബിയ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതായത് ഏറ്റവും അർഹമായത് അതിജീവിക്കുമെന്ന സിദ്ധാന്തം നമീബിയൻ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്.